നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ലഗ്നം മുതൽ 12 രാശിയിലും കേതു നിൽക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെ ഗുണദോഷങ്ങൾ ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. വളരെ ലഘുവായിട്ടുള്ള രീതിയിലുള്ള ഫലങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. കേതു ലഗ്നത്തിൽ നിൽക്കുമ്പോൾ ജനിക്കുന്നവർക്ക് എന്നും അസുഖവും ചികിത്സയും ഉണ്ടാകുന്നു. സ്വന്തം വീടും നാടും ഉപേക്ഷിച്ച് ജീവിക്കേണ്ടി വരും. തൻ്റെ ഭാഗം ജയിക്കണമെന്ന വാശിയിൽ കലഹമുണ്ടാക്കും. ബുദ്ധി, സൗഭാഗ്യം എന്നിവ ഉണ്ടാകുമെങ്കിലും ധനം കുറഞ്ഞിരിക്കും. ലഗ്നത്തിൻ്റെ 2-ൽ കേതു നിൽക്കുമ്പോൾ 2-ാം ഭാവത്തിൽ കേതു നിൽക്കുന്നവർക്ക് കുടുംബത്തിൽ നിന്നും യാതൊന്നും കാര്യമായി ലഭിച്ചെന്ന് വരില്ല. ഉന്നത വിദ്യയ്ക്ക് തടസ്സം നേരിടും. എങ്കിലും തന്നാൽ പഠിച്ച് പ്രയത്നിച്ച് പണം സമ്പാദിക്കുന്നതാണ്. നല്ല ബലമുള്ളവനും ബുദ്ധി, സൗഭാഗ്യം എന്നിവ ഉണ്ടാകുകയും ചെയ്യും. ലഗ്നത്തിൻ്റെ 3-ൽ കേതു നിൽക്കുമ്പോൾ പ്രതിഭാശാലിയായിരിക്കും. ദീർഘായുസ്സും ബലം, പ്രസിദ്ധി എന്നിവ നേടുകയും ഉന്നത പദവിയിൽ എത്തുമെങ്കിലും ദുർജനങ്ങളെ സേവിക്കുന്നതാണ്. ഇവർ മാതാപിതാക്കൾക്ക് എന്നും ദുഃഖമുണ്ടാക്കുന്നവരുമാണ്. ലഗ്നത്തിൻ്റെ 4-ൽ കേതു നിൽക്കുമ്പോൾ ജനിക്കുന്നവർ സ്വന്തം ഗൃഹം ഉപേക്ഷിച്ച് താമസിക്കേണ്ടി വരും. പിതൃസ്വത്ത് നശിക്കും. ശത്രുക്കളെ സമ്പാദിക്കുന്നതാണ്. മാതാവിന് ഒരിക്കലും സുഖം നൽകുകയില്ല ഇവർ. ലഗ്നത്തിൻ്റെ 5-ൽ കേതു നിൽക്കുമ്പോൾ വെള്ളത്തിനോട് ഭയമുള്ളവനോ വെള്ളത്തിൽ നിന്ന് അപകടമോ സംഭവിക്കാം. ധൂർത്തനായിരിക്കും. കാപട്യം ഉള്ളവനായിരിക്കും. പുത്രസുഖം കുറഞ്ഞവനും ആയിരിക്കും. എത്ര ധനമുണ്ടായാലും അന്യരെ ആശ്രയിച്ചേ ജീവിക്കുകയുള്ളൂ. ലഗ്നത്തിൻ്റെ 6-ൽ കേതു നിൽക്കുമ്പോൾ വളരെ സമ്പത്തും വിദ്യയും യശസ്സും നേടും. കടക്കാരനാകുകയും കടം വീട്ടുവാൻ താൽപ്പര്യം കാണിക്കാത്തവനുമായിരിക്കും. സമുദായത്തിൻ്റെ നേതൃസ്ഥാനത്തേക്ക് ഉയരുന്നവനുമാകുന്നു. ലഗ്നത്തിൻ്റെ 7-ൽ കേതു നിൽക്കുമ്പോൾ ഏത് കാര്യം ആരംഭിച്ചാലും അപായ ചിന്തയുണ്ടാകും. അധിക ചിലവും അനാവശ്യ ചിലവും ചെയ്യുമെങ്കിലും പിശുക്കനുമാണ്. ദീർഘവീക്ഷണമുള്ളവനായിരിക്കും. ഭാര്യയോട് സ്നേഹമുണ്ടായിരിക്കുന്നവരുമായിരിക്കും. ലഗ്നത്തിൻ്റെ 8-ാം രാശിയിൽ കേതു നിൽക്കുന്നവർക്ക് അല്പായുസാണെന്ന് പറയുന്നു. എന്നാൽ അത് ജാതകത്തിലെ പല യോഗങ്ങളും പല ദൃഷ്ടികളും ഉണ്ടാകുമ്പോൾ ആ ഫലം അവിടെ പൂർണ്ണമാകുകയില്ല. വൃശ്ചികം, മകരം രാശികളിൽ കേതു നിന്നാൽ ദീർഘായുസാണ് ഫലം. പരധനത്തിലും പരസ്ത്രീയിലും ആർത്തിയുള്ളവനായിരിക്കും. ഭാര്യയ്ക്കും മക്കൾക്കും ശല്യക്കാരനായി തീരും. നേത്രരോഗമുണ്ടാകുന്നതാണ്. നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഉണ്ടാകുന്നു. ലഗ്നത്തിൻ്റെ 9-ൽ കേതു നിൽക്കുമ്പോൾ പിതൃസ്വത്തും ധനവും നശിപ്പിക്കുന്നതാണ്. അഭിമാനത്തിനായി എന്തും ചെയ്യുന്നവനാണ്. പിതാവുമായി എപ്പോഴും വഴക്കുണ്ടാക്കുന്നവനും മറ്റുള്ളവർക്ക് എന്ത് സഹായം ചെയ്താലും പ്രതിഫലം പരിഹാസമായിരിക്കും. ലഗ്നത്തിൻ്റെ 10-ൽ കേതു നിൽക്കുന്നവർക്ക് പ്രശസ്തിയും കാര്യശേഷിയും ഉണ്ടാകും. പിതാവിൽ നിന്ന് യാതൊരു ആനുകൂല്യവും കിട്ടില്ല. വൈദ്യനോ ഡോക്ടറോ ആകുവാൻ സാധ്യതയുണ്ട്. ആർക്കെന്തുപകാരം ചെയ്യുവാനും മടി കാണിക്കുകയില്ല. ലഗ്നത്തിൻ്റെ 11-ൽ കേതു നിൽക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസം നേടുന്നവരും ജനസമ്മതനുമാണ്. ദീർഘായുസ്സും സന്താനങ്ങളെ കൊണ്ട് സുഖവും സന്തോഷവും ലഭിക്കുന്നവരുമാണ്. കീർത്തി, പ്രതാപം, സമ്പത്ത്, സുഖം എന്നിവ നേടിക്കൊടുക്കുന്നവനുമാണ്. ലഗ്നത്തിൻ്റെ 12-ൽ കേതു നിൽക്കുമ്പോൾ സഞ്ചാരപ്രിയം കൂടിയിരിക്കുകയും ഇടവിട്ട് രോഗങ്ങളുണ്ടാകുകയും ആദ്യകാലങ്ങളിൽ ഭാര്യയുമൊത്ത് കഴിയാനാകില്ല. പൂർവ്വസ്വത്തുക്കൾ കിട്ടുകയില്ല. അമ്മ വഴിയുള്ള സഹായം ഇല്ലാതാകുകയും എങ്കിലും 40 വയസ്സിന് ശേഷം ജാതകനെ പ്രതാപശാലിയാക്കുന്നതാണ്.